ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ആദ്യമായിട്ട് ഓണാശംസകൾ നേരുന്നു. നമുക്ക് ഓണത്തിനായിട്ട് കുറച്ച് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ടാക്കിയെടുക്കാം. അതാണ് ഞാനിന്ന് നിങ്ങളെ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ കേരളത്തിൻ്റെ പാരമ്പര്യവും തനിമയും ഒക്കെ കാണിക്കുന്ന ചില പ്രത്യേക ഗിഫ്റ്റ് ഐറ്റംസാണ് ഞാനിവിടെ സെറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് വളരെ കഷ്ടപ്പെട്ട് കളക്ട് ചെയ്ത സാധനങ്ങളൊക്കെയാണ്. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണ്. അപ്പോൾ അതെങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നു. അതിന് ഞാനിവിടെ ഗിഫ്റ്റ് ഹാമ്പർ കൊട്ടകൾ വാങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ചൂരൽ കൊട്ടകളാണ് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ അതിനോടനുബന്ധിച്ച് മറ്റ് ഐറ്റംസും വാങ്ങിയിട്ടുണ്ട്. അതായത് ഉരുളി, പറ, പിന്നെ കിണ്ടി, പിന്നെ നിലവിളക്ക്, ചെറിയ നിലവിളക്ക്, പിന്നെ കഥകളിയുടെ 2 രൂപങ്ങൾ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ട്. അപ്പം നമുക്ക് അതെല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിലുള്ള സ്പൈസസും കൂടെ നമ്മൾ ഇതിനോടൊപ്പം വാങ്ങിയിട്ടുണ്ട്. അതായത് ഏലക്ക, പിന്നെ മറ്റ് സ്പൈസസ്, തേയിലയൊക്കെ ഉണ്ട്. അതോടൊപ്പം തന്നെ ആനയും ആനക്കൊമ്പുള്ള ആനയൊക്കെ ഉണ്ട്. കഥകളിയുടെ രൂപം തടിയിൽ നിർമ്മിച്ചതും എല്ലാതൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് നോക്കാം. പിന്നെ സെറ്റും മുണ്ടും സെറ്റ് സാരിയൊക്കെ ഉണ്ട്. അതൊക്കെ വെച്ച് നമുക്ക് നമ്മുടെ ഓണ ഗിഫ്റ്റ് നമുക്ക് സെറ്റ് ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് നമുക്ക് കൈമാറാനായിട്ട്. അവർക്ക് സന്തോഷം, നമുക്ക് സന്തോഷം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗിഫ്റ്റ് ഹാമ്പറാണ് ഞാനിവിടെ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും താല്പര്യമുണ്ടെങ്കിൽ ഇതുപോലെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ടാക്കി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കാവുന്നതാണ്. ഇത് ഓൺലൈനായിട്ട് ചില ഐറ്റംസ് കിട്ടും, പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ്. നേരിട്ട് പോയാലും ഓൾമോസ്റ്റ് സിമിലർ എമൗണ്ട് തന്നെയാണ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുന്നത്. ഞാൻ ഈ ഐറ്റംസ് എല്ലാം കുമളിയിൽ തേക്കടിയിൽ പോയപ്പോൾ വാങ്ങിയതാണ് കഴിഞ്ഞ ആഴ്ച. അപ്പം അതെല്ലാം വെച്ചാണ് ഞാനിത് സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിലുള്ള ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കള്ളിവെള്ളമുണ്ട്. അത് ഓണത്തിനുള്ള കളിവെള്ളമാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. അതോടൊപ്പം തന്നെ ആനക്കൊമ്പുണ്ട്, ആനയുടെ കൊമ്പ്, പിന്നെ ചിപ്സ്, ശർക്കര വരട്ടി, പിന്നെ ഏലക്ക, പിന്നെ എനിക്ക് വേറൊരു സാധനം കൂടെ കിട്ടിയിട്ടുണ്ട്, കുന്തിരിക്കം. അത് നമ്മുടെ ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ നിന്ന്, കുമളിയിൽ നിന്ന് വാങ്ങിയാണ്. ട്രൈബൽസ് കാട്ടിൽ പോയി കളക്ട് ചെയ്യുന്ന ഐറ്റംസാണ് നമ്മുടെ കുന്തിരിക്കം. അപ്പോൾ അവിടെ നിന്നാണ് വാങ്ങിയത്. അതോടൊപ്പം തന്നെ നമുക്ക് ജാതിപത്രി ഉണ്ട്. അങ്ങനെ കുറച്ച് സ്പൈസസും കൂടെ ഉണ്ട്, ഏലക്കായുണ്ട്. അപ്പോൾ ഇതെല്ലാം നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ്. പൂക്കൊട്ടയാണ് ഈ ചെറിയത്. അതോടൊപ്പം ഞാൻ 2 കൊട്ടകൾ വാങ്ങിയിട്ടുണ്ട് നമുക്ക് ഈ ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതിനകത്ത് വെച്ചേക്കുന്ന ഞാനൊരു സെറ്റ് മുണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കഥകളിയുടെ ഐറ്റം, കഥകളി തടിയിൽ തീർത്തുണ്ട്. പിന്നെ കളിവെള്ളമുണ്ട്, പിന്നെ കിണ്ടി, അതുപോലെ തന്നെ 2 ടൈപ്പിലുള്ള ഉരുളിയുണ്ട്. ഇത് ആനയുടെ മുഖമാണ്, ആനയുടെ ഫേസ് വിത്ത് കൊമ്പൊക്കെ ഉണ്ട് ഇതിന്. പിന്നെ ഒരു ചെറിയ നിലവിളക്കുമാണ് ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പറിൽ. പിന്നെ അതോടൊപ്പം തന്നെ ഞാൻ ഓയിൽ വെച്ചിട്ടുണ്ട്, അതായത് നമ്മുടെ പുൽത്തൈലം വെച്ചിട്ടുണ്ട്. പിന്നെയുള്ള ശർക്കര വരട്ടി, ജാതിപത്രി, ഏലക്ക, ചിപ്സ്, പിന്നെ ടീ ഉണ്ട്. ടീ ലീവ്സ് ആയിട്ടുള്ളത് കൊണ്ട് ടീ പൗഡറും ഉണ്ട്. കണ്ണിമരയുടെയാണ് വാങ്ങിയേക്കുന്നത് അവിടുന്ന്. ഇത് സാധാരണ പാമ്പനാറിലൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പം അത് നല്ല തേയിലയാണ്, നമ്മൾ മുമ്പ് ഉപയോഗിച്ച തേയില തന്നെയാണുള്ളത്. അപ്പം നമ്മുടെ ഈ ഐറ്റംസ് എല്ലാം നമ്മളിവിടെ കൊട്ടയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് ഗിഫ്റ്റ് ഹാമ്പേഴ്സായിട്ട് നമ്മൾ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഈ വീഡിയോ നേരത്തെ ഇടുന്നത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നേരത്തെ തന്നെ ഈ ഓരോ ഐറ്റം കളക്ട് ചെയ്യാനായിട്ട് കുറച്ച് സമയം വേണ്ടി വരും. ഇപ്പോൾ ഓൺലൈനായിട്ട് കളക്ട് ചെയ്യണമെങ്കിൽ കുറേ അധികം സമയം വേണം, 2 വീക്സ് എങ്കിലും വേണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ തന്നെ കാണിക്കുന്നത്. നമ്മൾ ആദ്യം സെറ്റ് ചെയ്യുന്നത് സെറ്റ് മുണ്ടാണ്. പിന്നെ ഉള്ളത് കുന്തിരിക്കം വെച്ചിട്ടുണ്ട്. പിന്നെ ഏലക്കയുണ്ട്. ഏലക്ക ഇത് 100 ഗ്രാം, 250 ഗ്രാം അങ്ങനെയുണ്ട്. പിന്നെ ഇത് കണ്ണിമരയുടെ ടീയാണ്, ടീ പൗഡറാണ്. പിന്നെ ചിപ്സുണ്ട്. പിന്നെ നമ്മൾ ഇതുണ്ട്, നമ്മുടെ ശർക്കര വരട്ടിയുണ്ട്. പിന്നെയുള്ള സെറ്റ് ഞാൻ കാണിക്കാം.
പിന്നെ ഉരുളി ചെറിയ ഉരുളിയാണ്. അതോടൊപ്പം തന്നെ കളിവെള്ളം. ഇത് 3 പേരിരിക്കുന്ന കളിവെള്ളമുണ്ട്, 2 പേരിരിക്കുന്നുണ്ട്, 4 പേരിരിക്കുന്നുണ്ട്. അപ്പോൾ അതനുസരിച്ച് വിലയിൽ വ്യത്യാസം ഉണ്ടാകും. പിന്നെ നമുക്ക് കിണ്ടിയുണ്ട്. പിന്നെ ഉള്ളത് നമുക്കൊരു നിലവിളക്ക്, പിന്നെ ചെറിയൊരു നിലവിളക്ക്. ഇതൊക്കെ വേറെ ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്, വെങ്കലത്തിൻ്റെ. പിന്നെ കഥകളി, ഇത്രയും സെറ്റാണ് ഉള്ളത്. പിന്നെ കഥകളിയുടെ രൂപം. ഇതൊക്കെ തേക്കടിയുടെ എൻട്രൻസ് ആ ഭാഗത്തേക്ക് ആ റോഡിലേക്ക് പോകുന്ന വഴിക്കുള്ള ഒരു ഹാൻഡിക്രാഫ്റ്റ് ഷോറൂമിൽ നിന്ന് വാങ്ങിയതാണ്. നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും കിട്ടും. ചിലപ്പം നമുക്ക് ഓൺലൈനായിട്ട് കൂടെ വാങ്ങാൻ പറ്റുന്നതാണ്. നിങ്ങൾക്ക് ആമസോണിലോ അല്ലെങ്കിൽ മറ്റ് ഫ്ലിപ്കാർട്ടിലോ ഒക്കെ നോക്കിയാൽ കാണാവുന്നതാണ്. ഇനി വേറെ ബോക്സ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് തോന്നുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഇങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഓരോന്നും സെപ്പറേറ്റാണ് വാങ്ങിയത്. അപ്പോൾ അതിൻ്റെ വിലയൊന്നും എല്ലാം എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഓരോന്നും കിട്ടുന്നതനുസരിച്ച് ഞാൻ വാങ്ങി വെച്ചിട്ട് പിന്നെയാണ് ഞാനത് സെറ്റ് ചെയ്തേക്കുന്നത്. ഓരോന്നും അത് നമ്മൾ ചൂസി ആയിട്ട് തന്നെ വാങ്ങിയതാണ്. ഇത് വേറൊരു തരത്തിലുള്ള ബോട്ടാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബോട്ട്സ് ഉണ്ട്. ഇത് നമ്മുടെ ചെറിയൊരു ബോട്ട്. അപ്പോൾ അതിൻ്റെ മേളിൽ ഇങ്ങനെ വീട് പോലെയുള്ളൊരു ബോട്ടാണ് ഇതിനകത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഈ ഒരു കഥകളിയുടെ രൂപം ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാണ്. ഇതിനകത്ത് 3 പേരുള്ള ഒരു കളിവെള്ളമാണ് നമുക്ക് വന്നിരിക്കുന്നത്. അതിന് ചെറിയ സ്വർണ്ണ കളറിലുള്ളതുണ്ട്. പിന്നെ നമുക്ക് ഉരുളിയുണ്ട്, അതോടൊപ്പം ചെറിയ കിണ്ടിയുണ്ട്. നമുക്ക് നിലവിളക്ക് കത്തിക്കുമ്പോൾ എണ്ണയൊക്കെ ഒഴിക്കാനായിട്ട് ആ കിണ്ടി ഉപയോഗിക്കാം, അല്ലെങ്കിൽ വെള്ളം എടുത്ത് വെക്കാം പ്രാർത്ഥിക്കുമ്പോഴൊക്കെ. പിന്നെ ആനയുടെ ഫേസും കൊമ്പും, പിന്നെ അതിനോടൊപ്പം നെറ്റിപ്പട്ടം ഉള്ളതുണ്ട്. പക്ഷേ നെറ്റിപ്പട്ടം വെക്കുമ്പോഴത്തേക്ക് നമ്മുടെ ആനയുടെ ഫേസ് ശരിക്കും കാണത്തില്ല. പിന്നെ നെറ്റിപ്പട്ടം നമുക്ക് സെപ്പറേറ്റായിട്ടും കിട്ടും. പിന്നെ ഒരു വിശറിയുണ്ട്, അതും ഹാൻഡിക്രാഫ്റ്റിൻ്റെയാണ്, തടിയിൽ തീർത്തതാണ്. പിന്നെ ഓരോ ഐറ്റവും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട് തന്നെ വാങ്ങിയാണ്. നിങ്ങൾക്കും ഇഷ്ടപ്പെടും തീർച്ചയായും. ഇത് കിട്ടുന്നവർക്ക് ഈ ഗിഫ്റ്റ് ഹാമ്പർ നമ്മൾ കൈമാറുമ്പോൾ അവർക്ക് വളരെയധികം സന്തോഷവും പിന്നെ നമ്മുടെ ഒരു ഓർമ്മയായിട്ട് അവർക്ക് സൂക്ഷിക്കാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിത്, ഞാൻ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഇത് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്കും അതുപോലെ ഇഷ്ടപ്പെട്ടവർക്ക് വേണ്ടി കൊടുക്കാവുന്നതാണ്. ഈ ഒരു ഗിഫ്റ്റ് ഹാമ്പർ നമ്മൾ വിദേശത്ത് ഉള്ള നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമാകും. അവർക്ക് നമ്മുടെ കേരളത്തിൻ്റെ ആ തനതായ ഒരു രൂപങ്ങളും അതുപോലെ തന്നെ കഥകളി, നിലവിളക്ക്, അങ്ങനെയുള്ള ഒരു പരമ്പരാഗതമായ ഒരു കാര്യങ്ങളൊക്കെ അവർക്കും സൂക്ഷിക്കാനും അതിനെക്കുറിച്ച് ഓർക്കാനും ഒക്കെ വളരെ സന്തോഷമുള്ള കാര്യമായിരിക്കും. അപ്പം അങ്ങനെ നമുക്ക് ഇങ്ങനെയുള്ള ഗിഫ്റ്റ് ഹാമ്പേഴ്സ് കൈമാറാവുന്നതാണ്. ചെറിയ ഉരുളി, ചെറിയ കിണ്ടിയും വളരെ മനോഹരമാണ്. നമുക്ക് ഈ ബാങ്കൽ ഷോപ്പിലൊക്കെ കൊടുത്താൽ ചോദിച്ചാൽ കിട്ടാവുന്നതേ ഉള്ളൂ. ഇതിനോടൊപ്പം തന്നെ ഞാൻ വേറൊരു സെറ്റ് സാരിയും കൂടെ വാങ്ങിയിട്ടുണ്ട്. അത് ഞാൻ ഇതിനോടൊപ്പം വച്ചിട്ടില്ല. ആക്ച്വലി ഇതല്ല ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, വേറൊരു സെറ്റ് സാരിയാണ് കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്.
ഈ ഒരു ഉരുളി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. കാരണം ഇത് വലിയ സാധാരണ നമ്മൾ കുക്ക് ചെയ്യുന്ന ഉരുളിയുടെ ഒരു ചെറിയൊരു മിനിയേച്ചർ ഫോമാണത്. അതോടൊപ്പം പറയുണ്ട്. പറയിലാണെങ്കിൽ നമുക്ക് ചെറുതായിട്ട് കാര്യങ്ങൾ, ഇതാണ് ഞാൻ പറഞ്ഞ ബോട്ട്. ഈ ബോട്ട് ശരിക്കും ഒരു വീട് പോലുള്ളൊരു ബോട്ടാണ്. ഇതൊക്കെ റയാന് വേണ്ടിയിട്ടാണ്, എൻ്റെ സിസ്റ്ററിൻ്റെ മകന് വേണ്ടിയിട്ടാണ്. അവൻ നേരിട്ട് വന്ന് എൻ്റെ കൂടെ വന്ന് സെലക്ട് ചെയ്ത സാധനങ്ങളാണ്. പിന്നെ ഉരുളി എൻ്റെ സിസ്റ്ററിനാണ്. അവൾ ഉരുളി എന്ന് പറഞ്ഞ് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഇത് ടീ ലീഫാണ്. പിന്നെ കുന്തിരിക്കം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഇതിലൊരു ഗിഫ്റ്റ് ഹാമ്പർ ഞാൻ എൻ്റെ സിസ്റ്ററും മകനുമാണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം അവർ വിദേശത്തായതുകൊണ്ട് അവർക്ക് ഇതൊക്കെ കിട്ടാനായിട്ട് അത്ര എളുപ്പമല്ല. അതോടൊപ്പം തന്നെ ഇത് കാണുമ്പോൾ നമ്മളെ പറ്റിയുള്ള ഓർമ്മകളുണ്ടാകും. മാത്രമല്ല ഇങ്ങനെയുള്ള പരമ്പരാഗത കാര്യങ്ങളൊക്കെ അവർക്ക് ഒരുപാട് ഇഷ്ടവുമാണ്. അപ്പോൾ പല പ്രാവശ്യങ്ങളിലായിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എവിടെ കിട്ടും എന്നൊക്കെ എന്നോട് തിരക്കിയിട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇത് കണ്ടുപിടിച്ച് വാങ്ങി എടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ സെലക്ട് ചെയ്ത ഓരോ ഐറ്റംസും പ്രത്യേകം അവർ മുൻപ് പറഞ്ഞിട്ടുള്ളതും അതുപോലെ തന്നെ നമുക്ക് അവർക്ക് കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതുമായിട്ടുള്ള സാധനങ്ങളാണ്. അപ്പം അതൊക്കെയാണ് ഇവിടെ ഞാൻ ഈ ഗിഫ്റ്റ് ഹാമ്പറിൽ സെറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതും അതുപോലെ തന്നെ അവരുടെ ആവശ്യങ്ങളനുസരിച്ചുള്ളതും വെച്ച് ഗിഫ്റ്റ് ഹാമ്പേഴ്സ് സെറ്റ് ചെയ്യാവുന്നതാണ്. അതിൻ്റെ ഓരോ ഐറ്റം സെലക്ട് ചെയ്യുന്നത് നിങ്ങളുടെ ഇഷ്ടവും അവരുടെ ഇഷ്ടവും നോക്കിയിട്ട് സെലക്ട് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് കൊടുക്കുമ്പോഴായിരിക്കും അത് കൂടുതൽ സ്വീകാര്യമാകുന്നതും അവർക്ക് ഇഷ്ടപ്പെടുന്നതും. അതുപോലെ തന്നെ നമ്മുടെ ഓണം അവർക്കൊപ്പം തന്നെ നമ്മൾ കൊണ്ടാടുന്നതായിട്ട് നമുക്കും അവർക്കും ഒരേ ഒരു അനുഭവം നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നതുമാണ്. ഇതിനോടൊപ്പം തന്നെ ഞാൻ കുറച്ച് കുരുമുളകും അതോടൊപ്പം തന്നെ കോഫി പൗഡർ നമുക്ക് നേരിട്ട് കോഫി ബീൻസിൽ നിന്ന് പൊടിച്ചെടുത്തതുകൂടെ വാങ്ങാനുണ്ട്. അതും കൂടെ ആഡ് ചെയ്തിട്ട് ഞാനിത് അവർക്ക് ഗിഫ്റ്റ് ചെയ്യുകയുള്ളൂ. അപ്പം നമ്മുടെ ഈ ഓണം ഗിഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങളും ഇതുപോലെ ഗിഫ്റ്റ് ഹാമ്പേഴ്സ് ഉണ്ടാക്കി നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൊടുക്കുമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഷെയർ ചെയ്യണം. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ. വീണ്ടും മറ്റേ നല്ലൊരു ഓണവിശേഷങ്ങളുമായിട്ട് കാണാം. ടിൽ ദെൻ താങ്ക് യു. മാഗീസ് കിച്ചൺ ആൻഡ് മാർഗരറ്റ് ഫ്രാൻസിസ്. എല്ലാവർക്കും നല്ലൊരു ഓണാശംസകൾ അഡ്വാൻസായിട്ട് നേരുന്നു. തീർച്ചയായും നല്ലൊരു ഓണം ഉണ്ടാകട്ടെ. സന്തോഷകരമായിട്ടുള്ളൊരു ഓണം എല്ലാവർക്കും ആശംസിക്കുന്നു.